ഹലോ അസ്സലാമു അലൈക്കും. ഇന്നിതാ ഞാൻ നല്ലൊരു ബട്ടർ കുൽച്ചൻ്റെ റെസിപ്പിയാണ് പറയുന്നത്. അതിന് വേണ്ടി ഞാനിതാ 3 കപ്പ് മൈദയാണ് എടുത്തത്. പിന്നെ 1 കപ്പ് പാല് ഇളം ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 കപ്പ് പാല് ഞാൻ വേറെ ഇളം ചൂടാക്കിയിട്ട് തന്നെ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് മല്ലിയിലയും 1 ക്യാരറ്റാണ് എടുത്തത്. ക്യാരറ്റും ബ്ലാക്ക് എള്ളും എടുത്തിട്ടുണ്ട് കുറച്ച്. പിന്നെ ആവശ്യത്തിന് ഉപ്പും നമുക്കെടുത്ത് ഇതൊക്കെ ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ 3 കപ്പ് മൈദക്ക് 1/4 കപ്പ് പാലാണ് എടുത്തത്. അപ്പോൾ ഇതാദ്യം ഈ ക്യാരറ്റും ഇതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായി മിക്സാക്കി എടുക്കുക. ക്യാരറ്റും മല്ലിയിലയും ബ്ലാക്ക് എള്ളൊക്കെ ഇട്ട് നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിപ്പോൾ 1/4 കപ്പ് പാലിൽ ഞാൻ ഈസ്റ്റ് ഇട്ടതാണ്. അതൊന്ന് ചേർത്ത് അത് നമുക്ക് കൈവച്ച് ഒന്ന് എല്ലാം കൂടി നന്നായി മിക്സാക്കി എടുക്കാം. പിന്നെ ഇത് 1 കപ്പ് പാലിൽ ഞാൻ ബട്ടർ ഇട്ടിട്ട് ഒന്ന് ഇളം ചൂടാക്കി എടുത്തതാണ്. അതൊന്ന് ഇട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. എല്ലാം കുഴച്ചെടുത്ത് നമുക്കൊരു 1.5-2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതിപ്പം നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഓരോരോ ഉരുളയാക്കി വെച്ച് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അതൊന്ന് ആക്കിയെടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെയാണ് പരത്തിയെടുത്തത്. പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാനും പറ്റും. ഇതുപോലെ പൊന്തി വരുമ്പോൾ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് അതൊന്ന് പൊന്തി വരുമ്പോൾ നമുക്ക് അതിന് മുകളിൽ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നമുക്ക് എടുക്കാം. ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് ചുട്ടെടുക്കാം. ഒന്ന് തിരിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് നന്നായി പൊന്തി വരും. വളരെ പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഓരോന്ന് ചുട്ടെടുക്കുമ്പോൾ ഓരോന്ന് കുഴച്ചല്ല ഓരോന്നും പരത്തിയെടുത്ത് ഇതുപോലെ പെട്ടെന്ന് ചുട്ടെടുക്കാം. ഇതാ നല്ല അടിപൊളി ബട്ടർ കുൽച്ച റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റാണ്. കാരണം പാലും ബട്ടറൊക്കെ വെച്ച് ആക്കിയത് കൊണ്ട് ഇത് നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും. ഇതിൻ്റെ ഉള്ളെല്ലാം നോക്കിയാൽ നല്ല സോഫ്റ്റായ കുൽച്ചയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുമാണ്. ഇനി ഇതിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഒരു ചിക്കൻ കറിയാണ്. അത് എങ്ങനെയെന്ന് നോക്കാം. അത് നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറി തന്നെയാണ്. ഈ കുൽച്ചക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണത്. അതിന് വേണ്ടി 2 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് അണ്ടിപ്പരിപ്പ്, എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, 1/4 കപ്പോളം പുളിയില്ലാത്ത തൈര്. അതൊക്കെ ഒന്നിച്ച് നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ മിക്സിയിൽ അരച്ചെടുത്തതാണ്. ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, ഗരം മസാല, കുരുമുളകിൻ്റെ പൊടി, പിന്നെ കസൂരി മേത്തി, ചാട്ട് മസാല ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ ഒരു മിക്സ്ഡ് ഹെർബലിൻ്റെ അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ്. അതുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതെൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ അതും കൂടി ചേർത്തതാണ്. അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഒന്ന് എല്ലാം ഇട്ട് മിക്സാക്കി എടുക്കുക. അതൊന്ന് നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര ആവശ്യമുള്ള ചിക്കൻ എടുത്തിട്ട് അതിലേക്കൊന്ന് മിക്സാക്കി ഇതുപോലെ എല്ലാം ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സാക്കി ഒരു അരമണിക്കൂർ മാറ്റി വെച്ചാൽ നല്ലത്. അരമണിക്കൂർ നമുക്ക് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഇതുണ്ടാക്കുന്ന പാത്രം തന്നെ അടുപ്പിൽ വെച്ചാൽ നല്ലത്. ഇതിപ്പോൾ ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഈ പാത്രമാണ് വെച്ചത്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ ബട്ടർ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഈ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുക.
അതിതാ ഒരു ഭാഗം കുക്കായി വന്നതിന് ശേഷം നമുക്കതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ആ തിരിച്ചിട്ട് കൊടുത്തതിന് സമയം ഞാൻ അതിലേക്ക് 2 പൊട്ടാറ്റോ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വലിയ പീസാക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കുക. അതിതാ പൊട്ടാറ്റോ വെച്ച് ഒരു 10 മിനിറ്റോളം കുക്കായാൽ അത് ആയി. പിന്നെ അതിലേക്ക് നമുക്ക് ഈ ഗ്രേവി ഒഴിച്ച് കൊടുക്കുക. ആ ഗ്രേവിയിലേക്ക് നമുക്ക് 1/2 കപ്പ് ക്രീം ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ അടുത്ത് ഇഷ്ടമില്ല, ഫ്രഷ് ക്രീമോ ഏത് കുക്കിംഗ് ക്രീമായാലും പ്രശ്നമില്ല. അത് ഇട്ട് ഇതിലേക്കൊന്ന് നമുക്ക് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനിയിപ്പോൾ ക്രീം ഇല്ലെങ്കിലും തേങ്ങാപ്പാൽ, നല്ല കട്ടിയിലെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താലും മതി. അതൊക്കെ ചേർത്ത് നമുക്കൊന്ന് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതാ ഒരു 1/2 കപ്പോളം വെള്ളവും കൂടി ആ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതാ എല്ലാം മിക്സാക്കിയതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പം തന്നെ നമുക്ക് കറി ഓഫാക്കി എടുക്കാം. ഇതിപ്പോൾ കറി റെഡിയായി. വളരെ പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നല്ല ടേസ്റ്റിയായ കറിയാണ്. ഈ മസാല കുൽച്ച, ബട്ടർ കുൽച്ചക്കൊക്കെ നമുക്ക് നല്ല ഒരു കറി തന്നെയാണ്. ഇതുപോലെ ഞാൻ പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം ഇട്ടുകൊടുത്തതാണ്. അപ്പോൾ നല്ല പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ബട്ടർ കുൽച്ചയും അതുപോലെ നല്ലൊരു ചിക്കൻ കറിയും റെഡിയായി. നല്ല ടേസ്റ്റാണ്. ഇത് രണ്ടും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റുമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.